നമസ്കാരം. കഴക്കൂട്ടത്ത് ഇന്ന് കണ്ടൊരു ദൃശ്യം വനം മന്ത്രിക്ക് അങ്ങ് സമർപ്പിക്കുകയാണ്. കാട്ടുപന്നികളുടെ ശല്യം എത്രമാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ ദുരിതമായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായിട്ടുള്ള ദൃശ്യം ആറ്റിപ്പറ കൗൺസിലറായിട്ടുള്ള സുനിൽ ചോട്ടു പങ്കുവച്ചൊരു ദൃശ്യമാണ്. ആ വാർഡിലെ, അതായത് ആറ്റിപ്പറ വാർഡിലെ മൺവിളയ്ക്ക് സമീപം വീട്ടുമുറ്റത്തെ കിണറ്റിൽ പന്നി വീണു. ദേ നോക്കിയേ. എടുക്കണ്ടല്ല പിന്നെ കേട്ടണ്ടേ നമ്മള് ഇത് കാലി കെട്ടിയത് ചത്തില്ല. അപ്പൊ തലവത്തിൽ കിടന്നപ്പോ ഇപ്പോഴാണ് ചത്തത്. കണ്ടല്ലോ, ആ പന്നിയെ പുറത്തെടുത്തപ്പോൾ ചത്തു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടി. എങ്ങനെയാണ് കാട്ടുപന്നികൾ പലയിടങ്ങളിലും ഇത് പെറ്റുപെരുകി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ എടുത്തു കാട്ടാൻ കാരണം ഇന്ന്, അതായത് ജൂൺ 15 മുതൽ കാട്ടുപന്നികളുടെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഇതിനെ കുറെ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ഡ്രൈവ് അത് ഇന്ന് ആരംഭിച്ചതായിട്ട് ഒരിടത്തും കണ്ടില്ല. അതിനെ സംബന്ധിച്ച് പിന്നീട് ഒന്നും വാർത്തയില്ല. ഈ പ്രഖ്യാപനങ്ങൾ വലിയ വാർത്തയായിട്ട് വരും, പിന്നെ അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അപ്ഡേഷനും മാധ്യമങ്ങൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണല്ലോ ചില പ്രിവിലേജുകൾ എന്ന് പറയുന്നത്. എന്തായാലും ആ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കേണ്ടത് എന്തുകൊണ്ട് എന്നതിൻ്റെ ദൃശ്യം കൂടിയാണ്. കാര്യം ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് എന്തിനേയും പ്രകൃതിയാൽ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഫുഡ് ചെയിൻ. ഏതൊരു ജന്തുവിനെയും അതിൻ്റെ നമ്പർ വർദ്ധിക്കാതെ മറ്റ് ജന്തുക്കൾ ഭക്ഷണമാക്കി അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം നമ്മുടെ പ്രകൃതിയിലുണ്ട്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇത്തരം കാട്ടുപന്നികളൊക്കെ മനുഷ്യവാസ ഇടങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരെ പിടിച്ച് ഭക്ഷണമാക്കുന്ന ഒരു ജന്തുക്കളും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നീട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, പണ്ട് ഈ കാട്ടുപന്നികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും മനുഷ്യർ വേട്ടയാടി കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ കർശനമായ നിയമങ്ങൾ വന്നപ്പോൾ ഈ കാട്ടുപന്നി, മരപ്പട്ടി തുടങ്ങിയ പല മൃഗങ്ങളെയും മനുഷ്യർ പിടിക്കാറില്ല, വേട്ടയാടുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പെരുകി എണ്ണം വർദ്ധിക്കുകയാണ്. പലയിടങ്ങളിലും കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് പല പ്രദേശങ്ങളിൽ ഈ പന്നി എടുത്ത് ചാടി അപകടത്തിൽപ്പെട്ട് മനുഷ്യരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയാനുള്ളത്, സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ടെങ്കിൽ നടത്താം. അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഈ പന്നി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ ഭക്ഷണം കൂടിയാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവയെ പിടിച്ച് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ടർ ഹൗസിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് ഭക്ഷണ പദാർത്ഥമായി എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാര്യം ചില്ലറ നമ്പേഴ്സ് അല്ല പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടങ്ങളിൽ മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പന്നികൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പെരുകി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലെ ഒരു സിറ്റി ആയിട്ടുള്ള ഇടങ്ങളാണ്, നഗരവൽക്കരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രദേശത്ത് പോലും ഈ പന്നിശല്യം വ്യാപകമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ. എങ്ങനെ ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കും? ഇവിടെ കിണറുകളെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. കുടിവെള്ളം മുട്ടിച്ച അവസ്ഥയാണ് പന്നിയെ കൊണ്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും എന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ, അടിയന്തരമായിട്ട് നിങ്ങൾക്കൊന്നിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഈ നാട്ടിൽ പോർക്ക് ആഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അത്തരം മാംസക്കച്ചവടമൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇത്തരം മൃഗങ്ങളെ പിടിച്ച് നിങ്ങൾക്ക് നിയമപരമായിട്ട് ലേലം ചെയ്തു കൊടുത്താൽ സർക്കാരിനും വരുമാനമാകും, നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ഫ്രഷ് പോർക്ക് കഴിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയാൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയ ശല്യങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് കാരണം എത്രയെത്ര അപകടങ്ങളാണ് ദൈനംദിന റോഡുകളിൽ ഉണ്ടാകുന്നത്, എത്രയെത്ര മനുഷ്യർക്ക് അംഗഭംഗം സംഭവിക്കുന്നു. അതുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നല്ലത് തന്നെ. അടിയന്തരമായത് നടത്തണമെന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ട ഈ കാഴ്ച മുൻനിർത്തിക്കൊണ്ട് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്.